നെയ്യാറ്റിൻകര ഇരുമ്പിൽ കൊല്ലവിളാകത്താണ് ഒരാഴ്ചക്കിടെ മൂന്നാമതും വൻതോതിൽ മാലിന്യം നിക്ഷേപിച്ചത്. തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലുള്ള ഹോട്ടലുകൾ, വീടുകൾ, ആശുപത്രികൾ, റെയിൽവേ എന്നിവിടങ്ങളിൽ നിന്നുള്ള മാലിന്യമാണ് നെയ്യാറിന്റെ തീരത്ത് കൊണ്ടുപോയി ഇടുന്നത്. മാലിന്യം നിക്ഷേപിക്കാനെത്തിയ ഡ്രൈവറെയും വാഹനത്തെയും നാട്ടുകാർ പിടികൂടി നെയ്യാറ്റിൻകര പോലീസിന് കൈമാറിയതാണ് ഏറ്റവും ഒടുവിൽ കണ്ടത്. നെയ്യാറിന്റെ തീരത്ത് വളരെയധികം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന മാലിന്യങ്ങൾ കൊണ്ടിടുന്നത് ഈ പ്രദേശത്തെ ജീവിതത്തെ ദുസ്സഹമായി ബാധിക്കുകയാണ്. നമ്മുടെ വീട്ടിലെ മാലിന്യങ്ങൾ സംസ്കരണ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എടുക്കുന്നതിന് മാസം തോറും വളരെ നല്ല രീതിയിൽ ഹരിതകർമ്മ സേനാംഗങ്ങൾ പ്രവർത്തിക്കും. തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ നിന്നുള്ള മാലിന്യങ്ങൾ നമ്മുടെ പ്രദേശത്ത് കൊണ്ടിട്ട് നമ്മുടെ ജീവിതത്തെ ദുസ്സഹമാക്കുന്ന ഒരവസ്ഥയിലേക്കാണ് മാറിക്കുന്നത്. ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ ലോഡ് എന്ന് പറയുന്നത് വളരെ മോശമായ, ഒരു കാരണവശാലും സെഗ്രിഗേറ്റ് ചെയ്യാൻ കഴിയാത്ത, അഴുകിയതും പുഴു വരുന്നതുമായിട്ടുള്ള മാലിന്യമാണ്. കാരണം ഇപ്പോൾ വാഹനം പരിശോധിച്ച സമയത്ത് തന്നെ വാഹനത്തിൽ നിന്ന് ഊറിയിറങ്ങുന്ന വെള്ളത്തിൽ പുഴുക്കളുണ്ട്. അത് പോയിട്ട് പരിസരത്തൊക്കെ ആൾക്കാർ താമസമുള്ളതാണ്. ഇതിൽ മഴ പെയ്യുമ്പോൾ ആറ്റിലേക്ക് ഇത് ഒലിച്ച് പോകാൻ സാധ്യതയുള്ളതും, പിന്നെ കൂടാതെ ഇവിടെ പരിസരത്തുള്ള ആൾക്കാരുടെ കിണറിലേക്ക് ഇതിലെ മാലിന്യങ്ങൾ ഊറിയിറങ്ങാൻ സാധ്യതയുള്ളതുമാണ്. അരുൺ സോളമൻ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് ഈവനിങ് അരുൺ സോളമൻ. മാലിന്യം കിടക്കുന്നത് കണ്ണുള്ളവർക്ക് കാണാം, പക്ഷേ കാണേണ്ടവർ കാണാതെ പോവുകയാണോ അരുൺ? ഗുഡ് ഈവനിങ് സുജയ. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നെയ്യാറ്റിൻകര ഇരുമ്പിൽ കൊല്ലവിളാകം എന്ന് പറയുന്ന ഈ പ്രദേശത്ത് പ്രധാനമായും തിരുവനന്തപുരം നഗരത്തിൽ നിന്നുള്ള മാലിന്യമാണ് നിക്ഷേപിക്കുന്നതെന്നുള്ളതാണ് പ്രധാനപ്പെട്ട നാട്ടുകാരുടെ ആരോപണം. ഇതിന് പിന്നിൽ റിയൽ എസ്റ്റേറ്റ് മാഫിയകളാണ് എന്നുള്ളതിൽ ഇപ്പോൾ ഒരു സംശയമൊന്നുമില്ല. കാരണം ഈ കഴിഞ്ഞ 3 തവണയായിട്ടാണ് ഇവിടെ ഈ ലോഡുകൾ വന്നത്. ഇപ്പോൾ ഇതിനോടകം തന്നെ 25 ലോഡുകൾ ഈ പ്രദേശത്ത് കുഴിച്ചു മൂടി. നെയ്യാറ്റിൻകരയിൽ തന്നെയാണ് ഇഷ്ടിക കോറുകൾ ധാരാളം പ്രവർത്തിക്കുന്നുണ്ട്. ഈ സ്ഥലങ്ങൾ വലിയ വില കൊടുക്കാതെ തന്നെ ഈ റിയൽ എസ്റ്റേറ്റ് മാഫിയകൾക്ക് വാങ്ങാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മണ്ണെടുത്തിട്ടുള്ള കുഴികളുള്ള സ്ഥലങ്ങളുണ്ട്. ഈ നെയ്യാർ ഈ തീരത്തിന് 50 മീറ്റർ ചുറ്റളവിലാണ് ഇപ്പോൾ ഈ മാലിന്യം നിക്ഷേപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ആദ്യ തവണ വന്നപ്പോൾ തന്നെയാണ് നെയ്യാറ്റിൻകര നഗരസഭയും ജീവനക്കാരും അധികൃതരും ഒക്കെ വന്ന് അതിലിടപെടുകയും ഈ ഡ്രൈവറെയും അതുപോലെ തന്നെ ശരിക്കും ഈ ലോറി, ടിപ്പർ അടക്കമുള്ളവയൊക്കെ കസ്റ്റഡിയിലെടുക്കുകയും അതുമായി ബന്ധപ്പെട്ട കേസുകളൊക്കെ രജിസ്റ്റർ ചെയ്തിരുന്നു. പക്ഷേ അതിന് പിന്നാലെ വീണ്ടും നിരവധി തവണ ഇവിടെ ലോഡുകളുമായി മാലിന്യ കൂമ്പാരമായിട്ട് മാറിയിരിക്കുകയാണ് ഈ പ്രദേശം. ഇതിന് തൊട്ട് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രികളിലാണ് പ്രധാനമായും ഇത്തരത്തിൽ മാലിന്യവുമായി ഈ ലോറികൾ ഈ പ്രദേശത്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ അശ്വിൻ്റെ റിപ്പോർട്ട് സൂചിപ്പിച്ചതുപോലെ നെയ്യാറ്റിൻകര ഈ ഇരുമ്പിൽ നിവാസികൾ കഴിഞ്ഞ ഈ ഒരാഴ്ചയായിട്ട് ഉറക്കമിളച്ചു തന്നെയാണ് അവർ ഇരിക്കുന്നു. കാരണം ഈ പ്രദേശത്ത് ദുർഗന്ധം കൊണ്ട് ജീവിക്കാൻ കഴിയുന്നില്ല. അതിലുപരി ഈ കുഴിച്ചിട്ടിട്ട് ഈ സംഘം കടന്നു പോവുകയാണ്. അപ്പോൾ ഈ മാലിന്യം നിലവിൽ വേനൽക്കാലമാണെങ്കിലും ഇനിയൊരു മഴക്കാലം എത്തിയാൽ ഈ മാലിന്യം ഇവിടെ നിന്നും ഒഴുകി ഈ നെയ്യാറിലേക്ക് ഒഴുകിയെത്തുമെന്നുള്ള ഒരു കാര്യം കൂടിയാണ് നെയ്യാറ്റിൻകര ഹെൽത്ത് ഇൻസ്പെക്ടർ അനിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് ഇന്നിപ്പോൾ പുലർച്ചെ ഈ പ്രദേശത്തെത്തിയത്. ഇന്നലെ രാത്രി 11 മണിക്ക് ശേഷമാണ് ഈ ലോറിയുമായിട്ട് ഡ്രൈവർ സന്തോഷ് ഇവിടെ എത്തിയത്. പ്രധാനമായും റെയിൽവേയിൽ നിന്നുള്ള മാലിന്യമാണ് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഭൂരിഭാഗം മാലിന്യവും തിരുവനന്തപുരത്തെ സെൻട്രൽ റെയിൽവേയിൽ നിന്നുള്ള മാലിന്യമാണ്. റെയിൽവേയിലെ ഭക്ഷണ പാക്കറ്റുകളാണ് ഏറ്റവും അധികം ഈ ലോഡിൽ ഉണ്ടായിരുന്നത്. ഇതിൽ പുഴു അടക്കമുള്ള ഈ മാലിന്യം പൂർണ്ണമായിട്ടും പുഴുവരിച്ച സ്ഥിതിയിലാണ്. അതുകൊണ്ട് തന്നെ ഇവർക്കിപ്പോൾ സംസ്കരിക്കാൻ കഴിയില്ല. ഇന്നിപ്പോൾ JCB കൊണ്ടുവന്നാണ് ഇവിടെ തന്നെയാണ് അവർക്ക് ഈ കുഴിച്ചു മൂടേണ്ട ഒരു അവസ്ഥയിലേക്ക് നഗരസഭ മാറിയിരിക്കുന്നു. നിലവിൽ ഈ ലോറിയും ഡ്രൈവറിനെയും കസ്റ്റഡിയിലെടുക്കുകയും ലോറി നിലവിൽ RDOക്ക് കൈമാറിയിരിക്കുകയാണ്. ഇത് തന്നെ നാട്ടുകാർ നിയമം കയ്യിലെടുക്കേണ്ട സാഹചര്യത്തിലേക്ക് അരുൺ സോളമൻ, അവിടെ മാലിന്യ പറമ്പായി മാറാതിരിക്കാനായിട്ട് വേണ്ടിയാണ് ആ നാട്ടുകാർക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നിരിക്കുന്നത്. ശുദ്ധമായി ജലാശയങ്ങൾ കിടക്കേണ്ട ഇടത്തേക്ക് നോക്കൂ. ഇങ്ങനെ പുഴു നുരയ്ക്കേണ്ടതല്ല നെയ്യാറിന്റെ തീരം. അവിടേക്ക് മാലിന്യം ഇങ്ങനെ കൊണ്ട് തള്ളാതെ കൃത്യമായി സംസ്കരണത്തിനുള്ള മാർഗങ്ങളാണ് ഒരുക്കേണ്ടി ഉള്ളത്. അതിനായിട്ടുള്ള നടപടികൾ അധികൃതർ സ്വീകരിക്കുന്നതുവരെ ഇങ്ങനെയുള്ള കാഴ്ചകൾ ഞങ്ങൾ തുറന്നു കാട്ടിക്കൊണ്ടേയിരിക്കും, അധികൃതരുടെ ശ്രദ്ധയിൽ അത് പെടുന്നതുവരെ. താങ്ക് യു അരുൺ സോളമൻ.